ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീനാട്ടോ, അത് ഞാനെല്ലാം ഉരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാണ്. ഇത് ചേനാണ്. ചേനയും ചെമ്മീനും കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ചേനൊക്കെ കൈയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിക്കണ്. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഉലുവ, ജീരകത്തിൻ്റെ പൊടി, പച്ചമുളക്, ഉള്ളി ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഇതിലേക്ക് നമുക്കിത് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ലോണം വേവട്ടെ ഒന്ന് ഇതിന്നിട്ട് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേവട്ടെ. എടുത്ത് അരി ഉപ്പ് ഇട്ടിക്കണേ, ബാക്കി ഉപ്പ് നമുക്ക് പിന്നെ ഇടാം. ചേന ഇനി വേവാണ്ടാകണ്ട. കേട്ടോ, ഒന്നും കൂടെ വേവാനുണ്ട്. വെന്തിട്ടില്ല, വെന്തിട്ടിയാൽ ഒന്നും കൂടെ വേവട്ടെ കേട്ടോ. വേറെന്താ വിശേഷം? സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം, സമാനം, സന്തോഷം, ആയുസ്സും ആരോഗ്യത്തും ദീർഘായുസ് എല്ലാ ലോകത്തിലും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. നമുക്കിതാ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതാ ഈ ചെമ്മീൻ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വലിയൊരു തക്കാളി ഇതാ 6 പീസാക്കിയിട്ട് മുറിച്ചിട്ടിരിക്കുന്നു. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിക്കുന്ന, വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിരിക്കണ അതിൽ കാണിച്ചിട്ടില്ല, പറഞ്ഞതാണ്. ഇത് നല്ലോണം കിടന്നിട്ട് വേവട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ചെമ്മീനും ചേനയും ഇതാ വെന്തിട്ടുണ്ട് കണ്ടോ. നമുക്കിതിലേക്ക് ഞാനിതാ മഞ്ഞൾ, തേങ്ങ, ചെറിയ ഉള്ളി കൂടി തേങ്ങ കൂടി ഇട്ടുങ്ങാണ്ട് വെള്ളം ഒഴിച്ച് ആട്ടിയതാണ്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. അങ്ങനെ നമ്മളെ ചെമ്മീനും ചേനൻ്റെയും കറിയായി. ഇതൊന്ന് നല്ലോണം ഒന്നും കൂടെ തിളയ്ക്കണം കേട്ടോ. ഓക്കേ, തിളയ്ക്കട്ടെ. കണ്ടോ, നല്ല തിളച്ചിട്ടുണ്ട്. കണ്ടോ പതയ്ക്കുന്നത്? അടിപൊളിയായിട്ട് വെന്തു, നല്ലോണം തിളച്ചു കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ചേനയും ചെമ്മീനൊക്കെ ഉണ്ടാക്കാത്തവരെ ഉണ്ടാക്കിയവരോടെല്ലാം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയപോലെ തന്നെ കുറേ ആയി മറന്നെങ്കിൽ ഒന്ന് ഉണ്ടാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.